ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഒന്ന് ബിരിയാണിയാണ്. എന്നാൽ നമുക്കത് വലിയൊരു കടമ്പയാണ്. കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതായത് അരിയും സാധനങ്ങളും പിന്നെ മസാലയും എല്ലാം അങ്ങനെ ഉള്ളിടത്ത് ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. എന്താണെന്നോ, നമുക്ക് സാധാരണ കിട്ടുന്ന റേഷൻ അരി കൊണ്ട് ഒരു സൂപ്പർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് 1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ ബാക്കി ഏതാണ്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ വീടുകളിൽ കാണും. നമുക്ക് 1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാം. ഈ റേഷൻ അരി ആവുമ്പോൾ വളരെ പെട്ടെന്ന് വേഗം ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങള് ചോദിക്കുന്ന സമയത്ത് തന്നെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയും കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു പേരും ഇട്ടിട്ടുണ്ട്, ബഡ്ജറ്റ് ബിരിയാണി. അപ്പൊ നമുക്ക് അതിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് വേണ്ടത് 1 കിലോ ചിക്കൻ, ഇത് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് 5 സവോള, അത് നീളത്തിലരിയണേ. പിന്നെ 2 ടൊമാറ്റോ, അതും നീളത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്. ഇനി അടുത്ത് കുറച്ച് മല്ലിയില. അടുത്ത് വേണ്ടത് 1 കഷ്ണം പട്ട, 1 തക്കോലം, 1 ജാതിപത്രി, അടുത്ത് 4 ഏലക്കായ. ഇനി അടുത്ത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ അടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം. ഇനി അടുത്ത് വേണ്ടത് നെയ്യാണ്. അടുത്ത് നമുക്ക് കുറച്ച് ബിരിയാണി ഇല വേണേ. ഇനി അടുത്ത് നമുക്ക് പൊടികൾ നോക്കാം. ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി. അപ്പൊ ഇത്രയാണ് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ട സാധനങ്ങൾ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ, അതിടണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വേവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് എന്തിനാണെന്നോ, ഇതിൽ വേണം നമുക്ക് നമ്മുടെ റൈസ് വേവിക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇത് തുറന്നിട്ട് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റുവാണ്. എന്നിട്ട് എത്ര ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് ആദ്യം മെഷർ ചെയ്യണം. നമുക്കിപ്പോ 2.5 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് റൈസ് വേവിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോമേ. ഇതിനു വേണ്ടി ഞാൻ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ആ 2.5 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ, അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെക്കുവാണേ. അപ്പൊ ഇനി നമുക്ക് 5.5 ഗ്ലാസ് വെള്ളവും കൂടെ വേണം. അതിന് ഞാനിതാ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കുവാണേ. 5.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 8 ഗ്ലാസ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നില്ലേ പട്ടയും ജാതിപത്രിയും ഏലക്കായും, അതെല്ലാം കൂടെ ഇതിലേക്ക് ഇടാം. 2-3 കഷ്ണം ബിരിയാണി ഇല ഇടാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്നില്ലേ അരി, ആ 4 ഗ്ലാസ് അരിയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക കുക്കർ. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയവും അല്ല ഏറ്റവും ലോ ഫ്ലെയിമും അല്ല, രണ്ടിന്റെയും ഇടയ്ക്ക് ഫ്ലെയിം വെച്ച് നമ്മൾ ഒരു 20 മിനിറ്റ് എന്നല്ല, അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. വിസില് വരുന്നതിന് മുന്നേ നമുക്കൊരു ശബ്ദം വരുമല്ലോ, വിസില് വരാൻ പോകുന്ന ശബ്ദം. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അല്ല, നിങ്ങൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് കുക്ക് ചെയ്യണമെങ്കിൽ 25 മിനിറ്റ് മാക്സിമം അതിനകത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ ടൈം. അങ്ങനെ നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അതിന്റെ പ്രഷർ പോയതിന് ശേഷമാണ് നമുക്ക് ഇനി അടുത്തതിനെ മിക്സ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ചെറിയ അടുപ്പിലേക്ക് മാറ്റുവാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഇതിന്റെ ഗ്രേവി റെഡിയാക്കാം.
അപ്പം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വയ്ക്കുവാണേ. ഇതിലേക്ക് ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണേ. എണ്ണ ചൂടാകുമ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ആ സവോള ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇളം ബ്രൗൺ കളർ, നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് റെഡിയാക്കും പോലെ തന്നെ ഒരു ഇളം ബ്രൗൺ കളർ ആകണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയം ഞാനൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 5 പച്ചമുളക് അതും മല്ലിയിലയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഈ സമയത്ത്. അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റി ഈ കളർ ആകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ അതും കൂടെ ഇതിലേക്ക് ഇടണം. ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ പറഞ്ഞ മല്ലിയിലയും പച്ചമുളകും കൂടെയുള്ള മിക്സ് അതും കൂടെ ഇതിലേക്ക് ഇടണം. കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ കൂട്ട് കറക്റ്റായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ഇടേണ്ടത്. അപ്പൊ ഞാൻ ഇതില് 2.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1/4 സ്പൂണ് ഗരം മസാല പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും മതി. ഇതിട്ട് നന്നായിട്ടൊന്ന് കൂട്ട് മൂപ്പിച്ചെടുക്കണം. കൂട്ടെന്ന് വെച്ചാൽ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാത്തിന്റെയും നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പകുതി വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ ചിക്കൻ, അത് ഇതിലേക്ക് ഇടണം. 1 ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കണം. കാര്യം ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങൂല, നമ്മൾ ആ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞു. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാമേ. കുക്കറിന്റെ പ്രഷർ വരുന്നതിന് മുന്നേ ഉള്ള ശബ്ദം ഇല്ലേ, അത് വന്നു തുടങ്ങി എന്റെ കുക്കറിൽ. അപ്പൊ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഞാൻ ഇതില് കാഷ്യൂനട്ടോ അതുപോലെ കിസ്മിസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യുന്ന ഒരു ബിരിയാണി ആയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇല്ല, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, കാഷ്യൂനട്ടും ഉണ്ട്, കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ ഇതിൽ സവോള വറുത്തിടുന്നില്ല. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് കുക്കറിൽ എന്തായി റൈസ് എന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിനെ മെയിൻ അടുപ്പിലേക്ക് മാറ്റുവാണേ. നമ്മുടെ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയി. ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് തമ്മിൽ മിക്സ് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചോറ് കൊള്ളണമല്ലോ, അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കാം. അത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് പാത്രം മൊത്തം ആക്കണം. നമുക്കൊന്ന് ചുറ്റിക്കാം. ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിന്റെ കുറെ ഭാഗം ഇടുക. അത് എത്രയായിട്ട് ലെയർ എടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കിതിലൊരു 2 ലെയർ വരെ വരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ചോറിടുക. അതിന്റെ പുറത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ഇടുക. ആവശ്യത്തിന് ചിക്കനും ഇട്ട് ബാക്കി പിന്നെയും ചോറിടുക. അതിന്റെ പുറത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണ് നെയ്യ് പിന്നെയും അതിന്റെ പുറത്തൊന്നിടുക. അവിടെ നെയ്യ് കുറച്ചെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 1/2 സ്പൂൺ ആയാലും മതി. അതിൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ നമുക്ക് ഇടണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, പിന്നെയും ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് പിന്നെ ഇത് സെയിം പ്രോസസ്. നമ്മൾ പിന്നെയും ചോറ് ഇട്ട് കൊടുക്കും. അതിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മല്ലിയില എല്ലാം കൂടെ ഇട്ട് ഇത് എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയർ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം അടപ്പെടുത്ത് അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മതി ഇതൊന്ന് സെറ്റായി വരാൻ. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. 10 മിനിറ്റ് ആയിട്ടുണ്ടേ. അപ്പൊ നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. എന്താ മണം എന്നറിയാമോ, നല്ല വാസന. എന്തായാലും ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നമ്മൾ ലോ ബഡ്ജറ്റില് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. റേഷൻ അരിയാണെന്ന് കണ്ടാൽ പോലും പറയില്ല. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ബിരിയാണിക്ക്. നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
റേഷൻ അരി എന്നും പറഞ്ഞാൽ നിങ്ങൾ അത് മാറ്റിയൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് അറിയാനേ പറ്റില്ല അത് ഉണ്ടാക്കി കഴിയുമ്പോൾ റേഷൻ അരി ആണോ അതോ മറ്റേ സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസ് ആണോ എന്ന് അറിയാനേ പറ്റില്ല. അത്ര ടേസ്റ്റുമാണ് ഈ ബിരിയാണിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.